ഹലോ നാളത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ബ്രേക്ക്ഔട്ട് മൂവ്മെന്റിന് ചാൻസ് ഉള്ള ഷെയർസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ കടക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് നിഫ്റ്റി ഇന്നത്തെ ദിവസത്തിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന ഏറ്റവും റീസെൻ്റ്ലി ഉള്ള ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലൈൻ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ നിഫ്റ്റി ഒരു ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു. സപ്പോർട്ട് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടായിരുന്നു നിഫ്റ്റിയുടെ ഓപ്പണിംഗ് തന്നെ ഉണ്ടായിരുന്നത്. അതായത് ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് ലൈൻ ആയിരുന്നു ഇത്. അത് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു, ഗ്യാപ് ഡൗൺ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു. ഏകദേശം ഒരു കൺസോൾട്ടേഷൻ എന്നുള്ള രീതിയിൽ മാർക്കറ്റ് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സപ്പോർട്ട് ലൈൻ അവിടെ വരച്ചിട്ടുണ്ട് ഇന്നത്തെ ലോയുടെ. പിന്നെ അവസാനം ക്ലോസ് ചെയ്യുമ്പോൾ ഈ ഒരു ലെവലിൽ വന്നിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാർക്കറ്റ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഒരു ബെയറിഷ് ട്രെൻഡ് ആണ്. നാളത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ഈ ഒരു സപ്പോർട്ട് ലൈൻ ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് ലൈൻ തന്നെ ആയിരിക്കും. കാരണം മാർക്കറ്റ് ബെയറിഷ് ട്രെൻഡ് ആണ്. അപ്പോൾ ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫോൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പക്ഷെ പറയാൻ പറ്റില്ല. എന്തായാലും ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലൈൻ തന്നെ ആയിരിക്കും ഇന്നത്തെ ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നാളത്തെ മാർക്കറ്റ് കണ്ടീഷനിലേക്കുള്ള ബ്രേക്ക്ഔട്ട് ഷെയർസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഷെയർ പോളിക്യാബ് ആണ്. പോളിക്യാബ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, നമ്മളൊരു റെസിസ്റ്റൻസ് സോൺ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു റെസിസ്റ്റൻസ് സോണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതൊരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഈ ഒരു ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൽ നമ്മൾ റെസിസ്റ്റൻസ് സോൺ ഫോൾട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ റെസിസ്റ്റൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, നാളത്തെ മാർക്കറ്റ് കണ്ടീഷനിൽ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു ഒരു ക്യാൻഡിൽ ഇവിടെ ഒരു ക്ലോസിങ്, ഇതിന്റെ മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ്പ് മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു അനാലിസിസ് ചെയ്യാം, എന്നിട്ട് അതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, പിന്നെ മാർക്കറ്റിലെ ലൈവ് അപ്ഡേഷൻസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാമെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിലെ അപ്ഡേഷൻസും കാര്യങ്ങളെല്ലാം ഇതിൽ അറിയിക്കുന്നതായിരിക്കും. പിന്നെ ട്രേഡിംഗ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് ചെയ്തെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞത് പോളിക്യാബ് എന്ന് ഷെയർ ആണ്. രണ്ടാമതായിട്ട് നമുക്ക് വരുന്നത് PL എന്ന് പറഞ്ഞിട്ടുള്ള ഷെയർ ആണ്, പിരാമിഡ് എന്റർപ്രൈസസ് ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു ചാർട്ട് പാറ്റേൺ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻവേഴ്സ് കപ്പ് ആൻഡ് ഹാൻഡിൽ എന്നുള്ള രീതിയിലുള്ള ഒരു ചാർട്ട് പാറ്റേൺ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു സപ്പോർട്ട് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. നാളത്തെ മാർക്കറ്റ് കണ്ടീഷൻ ഈ ഒരു സപ്പോർട്ട് സോണിന്റെ താഴെ ഒരു നല്ലൊരു ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഡൗൺ സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്ത് വന്നു കഴിഞ്ഞാലും നാളത്തെ മാർക്കറ്റ് കണ്ടീഷൻ നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ അനാലിസിസ് ചെയ്യുക, എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ മൂന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് പെട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയർ. ഇതിൻ്റെയും നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചാർട്ട് പാറ്റേൺ നമുക്കിവിടെ കാണാൻ പറ്റും. കപ്പ് ആൻഡ് ഹാൻഡിൽ എന്നുള്ള രീതിയിൽ ഒരു ചാർട്ട് പാറ്റേൺ നമുക്ക് കാണാം. അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോൺ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്, റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ റെസിസ്റ്റൻസ് കുറെ തവണ നമുക്ക് റെസിസ്റ്റൻസ് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു അപ്സൈഡ് മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് അവസാനത്തെ ആയിട്ടുള്ള ഷെയർ ആണ് ബോട്ട് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ അബൌട്ട് ഇന്ത്യയിലെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു ചാർട്ട് പാറ്റേൺ നമുക്ക് ഇവിടെ കാണാം. കപ്പ് ആൻഡ് ഹാൻഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള ചാർട്ട് പാറ്റേൺ നമുക്ക് കാണാം. അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോൺ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്, 2 തവണ റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഏരിയയിൽ എത്തുമ്പോൾ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്, പിന്നെ ഒരു നല്ലൊരു ഫോളോ വന്നു, പിന്നെ തിരിച്ച് റിക്കവർ വീണ്ടും ഈ ഏരിയയിൽ എത്തുമ്പോൾ ഇങ്ങനെ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ലൈൻ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ക്ലോസിംഗ് കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു
അപ്സൈഡ് മൂവ്മെന്റ് ഇതിലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള ഷെയർസ് എല്ലാം നിങ്ങളുടേതായിട്ടുള്ള ഒരു അനാലിസിസ് ചെയ്യാം. ഇതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല, ജസ്റ്റ് നമ്മൾ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, നാളത്തെ മാർക്കറ്റ് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കാം, എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഷെയർസ് റെസിസ്റ്റൻസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇത് ഗ്യാപ്പ് അപ്പായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അതിലേക്ക് ഒരു ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ആ ഒരു ഷെയറിൽ ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുപോലെ നമ്മൾ സപ്പോർട്ട് സോണാണ് മാർക്ക് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പം ഇത് ഗ്യാപ്പ് അപ്പ് അല്ല, ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ബ്രേക്ക് ചെയ്തതിൻ്റെ മേലെ ഒരു ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എൻട്രി എടുക്കാം. പക്ഷെ ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ട്രേഡ് അവോയ്ഡ് ചെയ്തായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്ത് ഇവിടെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രേഡിങ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, പിന്നെ വേറെ ഏതെങ്കിലും ഷെയർസോ കാര്യങ്ങളോ എന്തെങ്കിലും അനാലിസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഫണ്ടമെന്റൽ അനാലിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും പറയാം. ഓക്കെ, ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനാലിസിസ് ചെയ്യുന്ന വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, നമുക്ക് ചെയ്യാം. ഓക്കെ.